ബിഗ് ബോസ് ഹൗസിൽ ഓരോ വീക്കും ഓരോരുത്തർക്കും എത്ര വോട്ടുകളാണ് കിട്ടിയിരുന്നതും ആരൊക്കെയാണ് എലിമിനേഷനിൽ വന്നിരുന്നതെന്നും ഒക്കെ ബിഗ് ബോസ് കാണിക്കുകയാണ്. ഫസ്റ്റ് വീക്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ്. ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്നത് മുൻഷി രഞ്ജിത്തിനാണ്. അതേപോലെ നെവിനും ശാരികയ്ക്കും ശൈത്യയ്ക്കും ഒക്കെ കുറവായിരുന്നു. ആര്യനും ജിസേലിനും രേണുവിനൊക്കെ നല്ല വോട്ടുണ്ട്. സെക്കൻഡ് വീക്ക് വന്നിട്ട് ബിൻസിക്കാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്നത്. ആ വീക്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ്. അത് കഴിഞ്ഞിട്ടുള്ള വീക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്നത് സരിക PGക്കാണ്. ഏറ്റവും കൂടുതൽ അനുമോൾക്ക് തന്നെയാണ്. തൊട്ട് പിന്നാലെ ഷാനവാസ് ഉണ്ട്. ഇത്രയും കുറവ് വോട്ട് കിട്ടിയിട്ടാണ് ബിൻസി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ബിൻസിക്ക് ഇത് കാണുമ്പോൾ നല്ല ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ആ എക്സ്പ്രഷനൊക്കെ ബിൻസി അവിടെ ഇരുന്ന് ഇടുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ഷാനവാസിനും അനുമോളിനുമാണ്. ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്നത് സരിക PGക്കും ശാരികയ്ക്കുമാണ്. അവർ രണ്ടുപേരും ഒരേപോലെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ടുപേരും ഒരേ സമയത്ത് എവിക്റ്റ് ആയ ആൾക്കാരാണ്. കാണിക്കുമ്പോൾ നമ്മുടെ സരിക ചേച്ചി അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ചമ്മലും നല്ലൊരു ചിരിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് ശരിക്കും ഫോർത്ത് വീക്കിൽ ആര്യനായിരുന്നു ശരിക്കും ആ വീക്കിൽ ഔട്ട് ആകേണ്ടിയിരുന്ന ആള്. പക്ഷെ ആ വീക്കിൽ നോമിനേഷൻ നടന്നില്ല. അതുകൊണ്ട് ആര്യൻ രക്ഷപ്പെട്ടു. അതിനുശേഷം ഏകദേശം 15 പേരോളം നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് ശൈത്യയായിരുന്നു. അപ്പം ശൈത്യയാണ് ആ വീക്കിൽ ഔട്ടായി പോയത്. അതിനുശേഷം 6ാമത്തെ ആഴ്ച നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് അനുമോൾക്കും അതേപോലെ അനീഷേട്ടനും പിന്നെ ആദിലും തൊട്ട് പുറകിലുണ്ട്. എനിക്ക് തോന്നുന്നു പ്രവീൺ ആയിരുന്നു ആ വീക്ക് ഔട്ടായത്. പ്രവീൺ ഔട്ടായി. അതിനുശേഷം നമ്മുടെ 7ാമത്തെ ആഴ്ച നോക്കുവാണെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് റെനാ ഫാത്തിമയ്ക്കായിരുന്നു. റെനാ ഫാത്തിമയാണ് 7th വീക്കിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടി ഔട്ടായത്. അതിനുശേഷം 8ാമത്തെ ആഴ്ച നോക്കുവാണെങ്കിൽ അനീഷേട്ടൻ 33% വോട്ട്, അഭിലാഷനും അതേപോലെ തന്നെ ജിഷിനുമായിരുന്നു ഏറ്റവും കുറവ് വോട്ട്. ഷാനവാസിക്കയും തോളൊപ്പം നിപ്പുണ്ട്. അതിനുശേഷം 9ാമത്തെ വീക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ അനുമോൾ തന്നെയാണ്. അതിനോടൊപ്പം ഔട്ടായിരിക്കുന്നത് നമ്മുടെ ജിസേലും ഒണിയിലുമായിരുന്നു. അവർക്ക് 2 പേർക്കുമായിരുന്നു ഏറ്റവും കുറവ് ആ ഒരു വീക്ക് വോട്ട് കിട്ടിയത്. അതിനുശേഷം 10ാമത്തെ ആഴ്ച എടുക്കുവാണെങ്കിൽ ഔട്ടായത് നമ്മുടെ ബിന്നിയാണ്. അനീഷേട്ടന് 26%, അനുമോൾ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. ബിന്നിയുടെ ഫേസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചളിപ്പൊക്കെ തോന്നുമല്ലോ ആ ഒരു ഇത് കാണിക്കുമ്പം. അതിനുശേഷം നോമിനേഷൻ വീക്ക് 11th ആണ്. ലക്ഷ്മിയാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത്. അതിനുശേഷം നമ്മുടെ 12ാമത്തെ ആഴ്ച എടുക്കുവാണെങ്കിൽ ഔട്ടായത് ഒബ്വിയസ്ലി ആ ആഴ്ച ഔട്ടായത് നമ്മുടെ ആര്യനായിരുന്നു. ആര്യൻ ശരിക്കും 4th വീക്ക് എന്തോ ഔട്ട് ആവേണ്ട ആളായിരുന്നു. കാരണം ആര്യൻ്റെ ആ ഒരു വീക്കിൽ എവിക്ഷൻ നടന്നില്ല. അതുകൊണ്ടാണ് ആര്യൻ ആ വീക്ക് രക്ഷപ്പെട്ടത്. ആര്യൻ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് ചിലപ്പോൾ ആ എവിക്ഷൻ നടത്താതെ വിട്ടതായിരിക്കും. അതിനുശേഷം 13ാമത്തെ ആഴ്ച നോക്കുവാണെങ്കിൽ എവിക്റ്റ് ആയത് സാബുമാനായിരുന്നു. സാബുമാനാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത്. 6.1 ആയിരുന്നു. അനുമോൾക്ക് ഹയസ്റ്റ് ആണ്. തൊട്ട് പുറകെ നമ്മുടെ അനീഷേട്ടനുണ്ട്. അതിനുശേഷം പിന്നെ ഏകദേശം അറിയാലോ ഫൈനൽ 7 ആയിരുന്നു. നൂറ ആദിൽ ഔട്ടായി. പിന്നെ നമ്മുടെ അക്ബർ ഔട്ടായി. നെവിൻ ഔട്ടായി. ഇപ്പോൾ അതേ അടുത്തൊരാൾ ഔട്ടാവാൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.